രാഹുൽ ഈശ്വർ ബി.ജെ.പിയുടെ ഫണ്ടാണോ മേടിക്കുന്നത് അല്ലെങ്കിൽ ജിഹാദികളുടെ ഫണ്ടാണോ മേടിക്കുന്നത് എന്നാണ് അറിയേണ്ടത്. കാരണം പല ഒപ്പീനിയൻസും ബയസ്ഡ് ആണ്. ഇപ്പോൾ രാഹുലിന്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാൽ രാഹുൽ ബയസ്ഡ് ആയിട്ട് തന്നെയാണ് മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഫുൾ പോസ്റ്റുകൾ ഇടുന്നത്. അപ്പോൾ രാഹുലിന്റെ തന്നെ കമന്റ്സിൽ വന്നൊരു ചോദ്യമാണത്. അതായത് ഇപ്പോൾ പാർട്ടികളുടെ ഇടയിലാണെങ്കിലും രാഷ്ട്രീയത്തിലും ഇങ്ങനൊരു സംഭവം ഉണ്ട്. അതായത് ഒരു പാർട്ടിക്ക് ആ നാട്ടിൽ ഉയർന്നു വരണമെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സ്ട്രോങ് എനിമി ഉണ്ടാവണം. ആ ഒരു സ്ട്രോങ് എനിമി ആയിട്ട് രാഹുലിനെ അങ്ങോട്ടേക്ക് എന്താ പറയുക, രാഹുലിന് പൈസ തന്ന് നിർത്തിയേക്കാണെന്നുള്ളതാണ് ചോദ്യം. രണ്ട് കാര്യങ്ങളാണ് ലോകത്തിലെ. എന്തായാലും നമ്മുടെ ഇന്ത്യയിൽ അത്യാവശ്യം ഈ രണ്ടുപേരുടെയും കാശ് മേടിക്കുന്നു എന്ന് ആരോപണമുള്ള ഒരു വ്യക്തി ഞാനായിരിക്കും. അതായത് ബി.ജെ.പിക്കാരുടെ സംഘികളുടെ ഫണ്ട് മേടിക്കുന്നു, ഇവൻ സീക്രട്ട് സംഘിയാണെന്നും ഇവൻ ജിഹാദി ഫണ്ട് മേടിക്കുന്നു എന്ന് പറയുന്നത് ഇത് രണ്ടുപേരും അല്ല. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഒരുപാട് ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്നുണ്ട്. ഒരു രാജ്യത്ത് നമ്മൾ ന്യൂനപക്ഷമായി ജീവിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും അരക്ഷിത ബോധം ഉണ്ടാകുന്നത്. നമ്മുടെ മുസ്ലിം, ക്രിസ്ത്യൻ, ബാക്കി ജനവിഭാഗങ്ങളെ വിശ്വാസത്തിലെടുക്കേണ്ടത് ഒരു ഇന്ത്യക്കാരുടെ ഉത്തരവാദിത്തമാണ്. എനിക്ക് ബി.ജെ.പി എന്ന രാഷ്ട്രീയ പാർട്ടിയോട് ബഹുമാനമാണ്, മോദിജിയെ ഇഷ്ടവും ബഹുമാനവുമാണ്. അവരിലുള്ള ഈ ഇസ്ലാമോഫോബിയ എന്ന സ്റ്റാൻഡ് മാറ്റി വെച്ചാൽ മതി. ഇപ്പം എന്താ ബി.ജെ.പി? കോൺഗ്രസ് പ്ലസ് മുസ്ലിം വിരോധമാണ് ബി.ജെ.പി. എന്താ കോൺഗ്രസ്? ബി.ജെ.പി മൈനസ് മുസ്ലിം വിരോധമാണ് കോൺഗ്രസ്. അല്ലാതെ കോൺഗ്രസും ബി.ജെ.പിയും എന്താ വ്യത്യാസം? അല്ല, ഈ ഇസ്ലാമോഫോബിയ തന്നെ ഉണ്ടാവുന്നതല്ലോ, അതിനെന്തെങ്കിലും റീസൺസ് ഉണ്ടാവില്ലേ ഉണ്ടാവുന്നതിന് പിന്നിൽ? അതിനെ ന്യായീകരിച്ച പ്രശ്നം എന്താ അറിയോ? റേസിസത്തെ ന്യായീകരിക്കുന്ന പോലെ. അപ്പം വംശീയതയെ ന്യായീകരിക്കുന്ന പോലെ. വെളുത്ത വംശക്കാരൻ കറുത്ത വംശക്കാരനോട് വംശീയത കാണിച്ചിട്ട് ആ വംശീയതയുടെ മുന്നിൽ കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അത് ന്യായീകരണങ്ങളാവും. അപ്പം വിദ്വേഷത്തിനൊരു എക്സ്ക്യൂസ് ഇല്ല. അത് ഹിന്ദു ഫോബിയ ആണെങ്കിലും ഇല്ല, ക്രിസ്ത്യൻ ഫോബിയ ആണെങ്കിലും ഇല്ല, മുസ്ലിം ഫോബിയ അല്ലെങ്കിൽ ഇസ്ലാമോ ഫോബിയ ആണെങ്കിലും ഇല്ല. അപ്പോൾ ഇസ്ലാം എന്ന മതത്തോടോ ക്രിസ്ത്യാനിറ്റി എന്ന മതത്തോടോ ഹിന്ദു എന്ന മതത്തോടോ വിശ്വാസത്തോടോ നമുക്കൊരു ഫോബിയ ഉണ്ടാകേണ്ട കാര്യമില്ല. അതിനെ വിമർശിക്കാം, അതിൽ ഇൻ്റലക്ച്വലി ഡിസ്കസ് ചെയ്യാം, പക്ഷേ അധിക്ഷേപിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യരുത്. ഇത് മാത്രമാണ് എൻ്റെ പൊസിഷൻ. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ആ പെൺകുട്ടി മരിച്ച സാവരിയുടെ സംഭവം അത് ലവ് ജിഹാദ് അല്ല എന്നാണോ രാഹുൽ പറയുന്നത്? 100% അല്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അത് ഉസ്ബെക്കിസ്ഥാനാണ്, അതാണ് ഒന്ന്. രണ്ട്, ലാപ്ടോപ്പ് തലക്കടിച്ച് കൊല്ലുന്നൊരു ജിഹാദ് ഇല്ലല്ലോ, ലാപ്ടോപ്പ് തല്ലിക്കൊല്ലുന്ന ജിഹാദ് ഇല്ലല്ലോ. പക്ഷെ ആ പെൺകുട്ടിയുടെ ശരീരത്തും മറ്റു പല മുറിവുകളും അവർ തമ്മിലുള്ള വ്യക്തിപരമായ വിരോധമല്ലേ. ഇനി അതിലെ സീരിയസ് ആയ അലിഗേഷൻ മതം മാറാൻ ഇവൻ നിർബന്ധിച്ചു എന്നുള്ളതാണ്. അത് ശക്തമായി അന്വേഷിക്കണം. അവൻ ഏറ്റവും പേര് ഞാൻ വിട്ടു, മുസ്ലിം പേരാണ്, മലപ്പുറം പെരിന്തൽമണ്ണ പേരാണ്. അവനെ ശക്തമായി ചെയ്യണം. ഇത് തന്നെയാണ് ഇപ്പുറത്തെ ഷഹന, അടൂരിലൊരു ഷഹന മരിച്ചല്ലോ, അപ്പുറത്ത് അരുൺ എന്തുവാണെന്ന് തോന്നുന്നു പേര്. അവനും ആരെങ്കിലും അത് ലവ് കുരുക്ഷേത്രയാണ് എന്ന് പറഞ്ഞിറങ്ങിയോ? ഐ മീൻ 1% ആൾക്കാർ പറയുന്നുണ്ടായിരിക്കും. നമുക്ക് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളും വേണ്ട, തീവ്ര ഹിന്ദുത്വവാദികളും വേണ്ട, നല്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആയിക്കൂടെ? അപ്പൊ ഇതുകൊണ്ട് രണ്ടും ഒരേപോലെ അപലപനീയമാണ്. ഞാൻ സാവരിയുടെ വീഡിയോ ചെയ്തു. ഒരുപക്ഷെ കേരളത്തിൽ സാവരിക്ക് വേണ്ടി വീഡിയോ ചെയ്തതും ഷഹനയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്ത ഒരേ വ്യക്തി ഞാനായിരിക്കും. ഒന്നെങ്കിൽ ഷഹനയുടെ വിഷയം ഹൈലൈറ്റ് ചെയ്യുന്നവർ സാവരിയുടെ വിഷയം മിണ്ടൂല, സാവരിയുടെ വിഷയം ഹൈലൈറ്റ് ചെയ്യുന്നവർ ഷഹനയുടെ വിഷയം മിണ്ടൂല. ഞാൻ സാവരിക്കും വേണ്ടി വീഡിയോ ചെയ്തു, ഷഹനയ്ക്കും വേണ്ടി വീഡിയോ ചെയ്തു. സാവരിയുടെ വീട്ടുകാർ എന്ത് ആരോപണം പറഞ്ഞു അതിൻ്റെ കൂടെ നിന്നത്. കാര്യം